നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത്രയും വന്നിയ ഡോക്ടർ എ പി ജോർജ് അച്ഛൻ, ശമാശന്മാരെ, ശുശ്രൂഷകരെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഈ നിമിഷം വരെ നമ്മെ കരുണയോടെ കൃപയോടെ കാത്തു പരിപാലിച്ച ദൈവത്തെ നമുക്ക് നന്ദിയോടെ മുന്നമേ സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാം. ദൈവമാതാവിന്റെ ജന്മപ്പെരുന്നാളോടനുബന്ധിച്ചുകൊണ്ട് ബർഗൻഫീൽഡ് സെന്റ് മേരീസ് ഇടവക ഭക്തിയാദരപൂർവം 8 ദിവസവും വിശുദ്ധ കുർബാനയും വചന ശുശ്രൂഷയുമെല്ലാം ബൈബിൾ ക്ലാസ്സുമെല്ലാം നടത്തുവാൻ തക്കവണ്ണം ദൈവം ക്രമീകരിച്ച എല്ലാ കാര്യത്തിനു വേണ്ടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാരണം ഈ തിരക്കിനിടയിലും സമയം കണ്ടെത്തി നമുക്ക് വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിച്ച എല്ലാത്തിനെയും ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് വചനം ഉദ്ഘോഷിക്കുന്ന അവിടുത്തെ അഭിഷിക്തനെ ശക്തിപ്പെടുത്തുവാൻ, കൂടുതൽ കൃപമേൽ കൃപ പകരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ജീവനുള്ള മാറ്റമില്ലാത്ത ആ വചനം നമ്മിൽ ആഴ്ന്നിറങ്ങുവാൻ, ദൈവത്തിൻ്റെ വചനം വെളിച്ചമായി പ്രകാശമായി നമ്മിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം നമ്മെ ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം, വിനയത്തോടെ ആയിരിക്കാം. വന്നിയ എ പി ജോർജ് അച്ഛനെ വളരെ സന്തോഷത്തോടെ വിനയത്തോടെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. അച്ഛനെയും അതുപോലെ തന്നെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വചനം കേൾക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവത്തിൻ്റെ മഹനീയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ജനന പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ സന്ധ്യാപ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തു യേശുവിൻ്റെ വിസ്മയ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 18-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: അവിടുന്ന് എന്നെ വിശാലതയിലേക്ക് നടത്തി, വിശാലമായ സ്ഥലത്തേക്ക് എന്നെ നടത്തി. സങ്കീർത്തനം 18-ാം അധ്യായം 19-ാം വാക്യം. ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ അനർത്ഥമായ ഈ വചനത്തിൻ്റെ അർത്ഥങ്ങളും ആഴങ്ങളുമാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ ദേവാലയത്തിൽ റെന്റിന് വേണ്ടി കടന്നു വന്നപ്പോൾ ഇതൊരിക്കലും സ്വന്തമായി ആരാധിക്കാനുള്ളൊരു ഭവനമായി ദൈവം തരുമെന്ന് പോലും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. അത്ര ചെറിയൊരു ആട്ടിൻകൂട്ടമായിരുന്നു. ഇതിനു മുമ്പുള്ള ഘട്ടങ്ങളിലൊക്കെ അബ്രഹാം കൂടാരമടിച്ച് മാറി എന്ന് പറയുന്നത് പോലെ അനേകം ഗോഡൗണുകളിലും വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ നമുക്ക് ഈ ചെറിയ ആട്ടിൻകൂട്ടം കുർബാന നടത്തി. ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നുന്നത് ബർഗൻഫീൽഡ് ടൗണിലെ ഒരു വസ്ത്ര
വ്യാപാര കേന്ദ്രത്തിൻ്റെ പുറകിൽ വെള്ള തുണികൾ കൊണ്ട് മറച്ച് ഏതാനും ഞായറാഴ്ചകളിൽ കുർബാന ചൊല്ലിയതാണ്. അതൊക്കെ ഇടുങ്ങിയ പരിമിതമായ സ്ഥലമായിരുന്നു. അവിടെ നിന്ന് വിശാലതയിലേക്ക് ദൈവം നടത്തി. പ്രൈസ് ദി ലോർഡ്. ഈ ദേവാലയത്തിലെ ഉടമസ്ഥരായിരുന്ന ബഹുമാനപ്പെട്ട ഫ്രെഡറിക് അച്ഛൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ കുഞ്ഞുങ്ങളും ഒക്കെയായി കൂട്ടമായി പള്ളിയിലേക്ക് വരുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ അനേകം വർഷങ്ങൾക്ക് മുമ്പുള്ള വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി ഞാൻ ഓർക്കുകയാണ്. നിറയെ ആളുകൾ നിറഞ്ഞ് നിന്നിരുന്ന ഒരു ദേവാലയമായിരുന്നു ഇത്. ഇന്ന് ശൂന്യമായ ഏതാനും ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരവസ്ഥ. എൻ്റെ മനസ്സിലെ ശൂന്യത ഇല്ലാതെയായത് നിങ്ങളിങ്ങനെ വന്ന് ആരവത്തോടെ ആരാധിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞു. ഒരർത്ഥത്തിൽ ഈ ദേവാലയത്തിൻ്റെ ഒരു രണ്ടാം ജന്മമാണ് നമ്മൾ ഇവിടെ കടന്നു വന്നപ്പോൾ ദൈവം സാധ്യമാക്കി തീർത്തു. വിശാലതയിലേക്ക് നടത്തുന്ന ദൈവം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. നമ്മളെങ്ങനെ നമ്മളായെന്ന് നമ്മൾ ചിന്തിച്ചാൽ ദൈവം വിശാലതയിലേക്ക് നടത്തിയതിൻ്റെ നാൾ വഴികൾ നമ്മുടെ മനസ്സിൽ വരും. നമ്മുടെ വ്യക്തിപരമായ കഴിവുകൊണ്ടോ ഒരു സൂപ്പർ കൾച്ചറിൽ എത്തിയത് കൊണ്ടോ അല്ല നമ്മൾ ഇന്നത്തെ വിശാലതയിലെത്തിയത്. ദൈവം കൈപിടിച്ച് നടത്തിയതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. വിശാലതയിലേക്ക് നടത്തുന്ന ദൈവം, അത് നമുക്കൊരു ആശ്വാസമാണ്. പരിമിതികളിൽ നിന്ന്, കെട്ടുപാടുകളിൽ നിന്ന്, ജീവിതത്തിൻ്റെ തടസ്സങ്ങളിൽ നിന്ന് ഒരു ബ്രോഡായിട്ടുള്ള ഒരു ഔട്ട്ലുക്കിലേക്ക് നടത്തുന്ന ദൈവം. ഒരു ഫിസിക്കൽ കൺസെപ്റ്റിൽ മാത്രമല്ല, നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ, ക്രിസ്തുവിനെ അറിയുമ്പോൾ, വചനം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ സങ്കുചിതത്വത്തിൻ്റെ ആ അടഞ്ഞ മനസ്സ് ദൈവം പൊളിച്ചു പണിയും. പുതിയ സൃഷ്ടി എന്നൊക്കെ ഉള്ളതിൻ്റെ അർത്ഥം അതാണ്. നമുക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും മറ്റു സഭകളിലുള്ളവരും ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമാണെന്നും ഈ മതിൽക്കെട്ടുകളും ഭിത്തികളും ഒക്കെ ഇല്ലാത്ത ഒരു ഗ്ലോറിയസ് ആയ നിത്യതയിലെ ഒരാരാധകരായി നമ്മൾ തീരേണ്ടവരാണെന്നൊക്കെയുള്ള മനസ്സിൻ്റെ ആ തുറവി, ഓപ്പൺനെസ്, അതിലേക്ക് നടത്തുന്നതും ദൈവത്തിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാടാണ്. പലപ്പോഴും കുടുംബ ബന്ധങ്ങളിലൊക്കെയുള്ള പ്രതിസന്ധികൾ തീർക്കാൻ ദൈവം ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ പുതുക്കി പണിയും, പൊളിച്ചു പണിയും. അപ്പോഴാണ് പലർക്കും ജീവിത പങ്കാളിയെ ബലഹീനതകളോടെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്, കുഞ്ഞുങ്ങളെ പരിമിതികളോടെ സ്നേഹിക്കാൻ കഴിയുന്നു. അപ്പോൾ വിശാലതയിലേക്ക് നടത്തുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ മഹത്വം അറിഞ്ഞ നമുക്ക് മറിയാമിൻ്റെ അത്ഭുതകരമായ സാക്ഷ്യം മനസ്സിൽ വീണ്ടും ഓർക്കാതിരിക്കാൻ കഴിയില്ല. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. എന്തൊരു ഹമ്പിളാണല്ലേ, എന്തൊരു ഹമ്പിളാണ്. പഴയ സ്റ്റാറ്റസ് ഒന്നുമല്ല മറിയാമിന്. ദൈവത്തിൻ്റെ മാതാവായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 2 അത്ഭുതകരമായ ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. 1, കൃപ കൊണ്ട് നീ നിറഞ്ഞിരിക്കുന്നു. 2, ദൈവം നിന്നോടുകൂടെ. ഈ 2 ഗിഫ്റ്റ് ഒരുമിച്ച് ലഭിച്ച ബൈബിളിലെ മറ്റൊരാളെ കണ്ടെത്താനുള്ള വായനയിൽ എനിക്ക് സാധിച്ചിട്ടില്ല. ഇത്ര വലിയ ഉന്നത പദവി ഉണ്ടായിട്ടും മറിയാം പറഞ്ഞു, ശക്തനായവൻ്റെ കഴിവുകൾ. അതുകൊണ്ട് ഞാനിപ്പോഴും ദാസിയാണ്. ഞാനൊരു വളരെ താഴ്ന്ന നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്.
എന്നെ വിശാലതയിലേക്കും അനുഗ്രഹത്തിലേക്കും ഭാഗ്യവതി എന്ന തലങ്ങളിലേക്കുമൊക്കെ ഉയർത്തിയെങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഒരു വിനയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ധനം, സ്റ്റാറ്റസ്, സോഷ്യൽ ലൈഫിൻ്റെ ഉയർച്ച, മക്കളുടെ വളർച്ച, ഇതൊക്കെ പലപ്പോഴും നമുക്ക് നമ്മളായി എന്നുള്ള തോന്നലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓർക്കണം, വിശാലതയിലേക്ക് ശക്തനായവൻ നടത്തപ്പെട്ടു. ഈ 4 ദിവസങ്ങൾ ദൈവമക്കളോടൊപ്പം പങ്കിടുവാൻ ദൈവം തന്ന വലിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെയും ഈ പള്ളിയുടെ ഭരണസമിതിയുമൊക്കെ ഈ ഒരവസരം എനിക്ക് ഒരുക്കി തന്നതിന് വളരെ വിനയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബൈബിളിനെ കുറിച്ച് വളരെ വ്യത്യസ്തമായ ഡയമെൻഷനിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതിലൊരു കാര്യം, ബൈബിൾ ഒരു പ്രാർത്ഥനാ മ്യൂസിയമാണ്. ഇത്രയധികം പ്രാർത്ഥനകളുള്ള ഒരു ബുക്ക് എനിക്ക് തോന്നുന്നില്ല നമുക്ക് കണ്ടെത്താൻ കഴിയും. എത്രയോ ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ നിസ്സഹായതയിൽ വീണുപോയപ്പോൾ, തളർന്നു പോയപ്പോൾ, വെല്ലുവിളികളെ നേരിട്ടപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ ഒരു വലിയ സമ്മേളനമാണ് ബൈബിൾ എന്ന് പറയുന്നത്. രാജാക്കന്മാർ പ്രാർത്ഥിച്ചു, അടിമകൾ പ്രാർത്ഥിച്ചു, അമ്മമാർ പ്രാർത്ഥിച്ചു, ഇടയന്മാർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനകളൊക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് ബൈബിൾ നമ്മൾ തുടർച്ചയായി വായിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിക്കും. സ്വാഭാവികമായിട്ട് പ്രാർത്ഥനയുടെ പൊരുളും മർമ്മവുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾക്ക് ഏത് വിഷമവുമായിക്കൊള്ളട്ടെ, ജീവിതത്തിലെ ഏത് സംഘർഷ സാഹചര്യവുമാവട്ടെ, അത് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സങ്കീർത്തനമെങ്കിലും കാണും. അതുകൊണ്ടാണ് 150 ചേർത്തിരിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങളും ചലഞ്ചസും ട്രയൽസും ഒക്കെ വളരെ വൈഡാണ്. എവിടെയെങ്കിലും നമ്മുടെ ദുഃഖവുമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സങ്കീർത്തനമെങ്കിലും ഉണ്ടാകും. ഹന്ന ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു കുഞ്ഞിന് വേണ്ടി എത്രയോ ദൈവമക്കൾ പ്രാർത്ഥിച്ചു. ഒരു കുഞ്ഞിന് വേണ്ടി അമ്മയാകാൻ, മാതാപിതാക്കളാനുള്ള ആഗ്രഹം, അവർക്കൊക്കെ മോഡൽ പ്രേയേഴ്സ് ബൈബിളിലെ പ്രാർത്ഥനയ്ക്കുള്ളൊരു ഗുണം ദൈവത്തിൻ്റെ മറുപടി ലഭിച്ച പ്രാർത്ഥനകളാണ്. ഇറ്റ്സ് എ ക്രെഡൻഷ്യലുള്ള പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് ബൈബിളിലെ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുമ്പോൾ ദൈവത്തിൻ്റെ ഫയലിൽ ഓൾറെഡി പ്രതിഫലം കൊടുത്ത പ്രാർത്ഥനകൾ നമ്മൾ ആവർത്തിക്കുകയാണ്. അങ്ങനെ ബൈബിളിലെ പ്രാർത്ഥനകളുടെ മഹത്വം വളരെയധികമാണ്. നമുക്കറിയാം, ലോർഡ്സ് പ്രേയർ ആണ് പ്രാർത്ഥനകളുടെ മകുടം. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന അത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. എല്ലാ പ്രാർത്ഥനകളുടെയും മകുടമായി, എല്ലാത്തിൻ്റെയും ഒരു സാങ്ക്ടിഫൈഡ് പ്രേയറായി ലോകം എല്ലാ ക്രിസ്ത്യാനികളും അംഗീകരിക്കുന്നു. മേരിയുടെ പാട്ട് എന്നാണ്, മറിയാമിൻ്റെ പാട്ട് എന്നാണ് പറയുന്നതെങ്കിലും അതൊരു പ്രാർത്ഥനയാണ്. ഹൃദയം തുറന്നുള്ള സന്തോഷത്തിൻ്റെ ഒരു 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 പ്രൈസ് ഗിവിങ് പാട്ടാണ്, പ്രാർത്ഥനയാണ്. അതിൻ്റെ അർത്ഥങ്ങളും ആഴങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ ഇനി ഒരുപാട് അന്വേഷണ യാത്രകൾ ചെയ്യണം. കാരണം ഒരു ടീനേജുകാരിയുടെ അറിവൊന്നുമല്ല അതിലുള്ളത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇൻസ്റ്റന്റായി മറിയാമിൻ്റെ നാവിൽ നിന്ന് ഒഴുകിയ മനോഹരമായ ഗാനം. അതിൽ പ്രാർത്ഥനയുണ്ട്, പ്രൈസ് ഉണ്ട്, സമർപ്പണമുണ്ട്, മുന്നറിയിപ്പുകളുണ്ട്. വൈഡ് യോനയുടെ പ്രാർത്ഥന
അത് സാൽവേഷന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ നിയോഗങ്ങളിൽ നിന്ന് തെറ്റിപ്പോയി അടിതെറ്റി ആഴിയുടെ അടത്തട്ടിൽ വീണ് കഴിഞ്ഞപ്പോൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞുള്ളൊരു പ്രാർത്ഥന, വളരെ സെന്റിമെന്റലായി വളരെ വൈകാരിക ഭാവം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. ഹന്നയുടെ പ്രാർത്ഥന നേരത്തെ പറഞ്ഞു. അത് രണ്ട് പ്രാർത്ഥനയുണ്ട്. ഒന്ന്, ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ആഗ്രഹത്തോടെ വാക്കുകളില്ലാതെ വിതുമ്പലുകളായി ദൈവസന്നിധിയിൽ നിന്ന് നേറിയ പ്രാർത്ഥന. അതിൻ്റെ വേർഡ്സ് നമുക്കറിയില്ല. നമ്മളൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാൻ ചില ഘട്ടങ്ങളിൽ we don't have words. പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ദൈവത്തോട് പറയുന്നുണ്ട്, ഇറ്റ് ഇസ് നോട്ട് റിട്ടൺ. പക്ഷേ വീണ്ടും ദൈവസന്നിധിയിൽ വന്നത് സാമുവേൽ ബാലനെ കയ്യിൽ ഉയർത്തിട്ട് പറഞ്ഞു, ഐ പ്രേഡ് ഫോർ ദിസ് ചൈൽഡ് ഗോഡ്. വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ്. ഈ കുഞ്ഞിനായി ഞാൻ പ്രാർത്ഥിച്ചു. നമുക്കൊക്കെ കുഞ്ഞുങ്ങളെ ലഭിക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രാർത്ഥന വേണ്ടി വന്നിട്ടുണ്ടാവില്ല. സ്വാഭാവികമായി ലഭിച്ച അനുഗ്രഹമായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾ. പക്ഷേ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെയും നെഞ്ചിലേറ്റി കൈകളിലേറ്റി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ കുഞ്ഞ് നീ എനിക്ക് തന്നതാണ്, നിന്റെ ദാനമാണ്, നിന്റെ മഹത്വമാണ്, ദൈവത്തിൻ്റെ സ്തോത്രം. പ്രാർത്ഥനയുടെ മറ്റൊരു മോഡൽ പ്രേയർ ഓഫ് ജാബേസ്, 1 ദിനവൃത്താന്തം 4-10 ദൈവത്തെ അന്വേഷിക്കുന്നതിന് മനോഹരമായി പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. വളരെ യുണീക്കാണ് ആ പ്രേയർ. നമുക്ക് ദൈവത്തെ അന്വേഷിക്കാൻ അന്വേഷണ മനസ്സ് തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ മോഡലായി എടുക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥനയുടെ മഹത്വം ഒരുപാട് ഒരു പ്രേയർ മ്യൂസിയമായി ബൈബിൾ നിലനിൽക്കും. ചിലതൊക്കെ BC-യിലെ പ്രാർത്ഥനകളാണ്, AD-യിലെ പ്രാർത്ഥന. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ മാധുര്യവും ധൈര്യവും ഒന്നും പോകാതെ നിൽക്കുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയെക്കുറിച്ച് അമേരിക്കൻ ജേർണൽ ഓഫ് ഹാർട്ട് അസോസിയേഷൻ വളരെ എക്സ്റ്റെൻസീവായി ഒരു പഠനം നടത്തി. എന്താണ് പ്രേയറിന്റെ ഒരു ഗുണം? ഈസ് ദർ എനി തെറാപ്യൂട്ടിക് വാല്യൂ ഫോർ പ്രേയർ, എസ്പെഷ്യലി ഫോർ പേഷ്യൻസ്? നമുക്കറിയാം, ആശുപത്രികളിലൊക്കെ പാസ്റ്ററൽ കെയർ സെന്റേഴ്സ് ഉണ്ട്. അമേരിക്ക പോലുള്ള ഒരു സൂപ്പർ കൾച്ചറിൽ അങ്ങനെ ഒരു വിഭാഗത്തെ അവർ ഉൾക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയുടെ ഔഷധ മൂല്യം തീർച്ചയായും അറിഞ്ഞുകൊണ്ടാണ്. പ്രാർത്ഥനയുടെ ഗുണത്തെക്കുറിച്ച് പഠിച്ച സർവേയും അതുപോലെയുള്ള വിലയിരുത്തലിൽ നിന്ന് തെളിഞ്ഞിട്ടുള്ള ചില ഔട്ട്കംസ് ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഒന്ന്, പ്രാർത്ഥന ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ സ്ട്രെസ് റിഡക്ഷൻ. Prayer can help people relax by lowering blood pressure and other stress-related factors. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു ആരാധനയ്ക്ക് വന്നിരിക്കും കഴിയുമ്പോൾ നമ്മുടെ ഫിസിയോളജിക്കൽ സിസ്റ്റംസ് എല്ലാം ഒരു നോർമലൈസ്ഡ് ആവുകയാണ്. There is no stress here. നമ്മൾ വളരെ റിലാക്സ്ഡ് ആണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റം ഒരു സന്തുലിതാവസ്ഥയിലേക്ക് എത്തും. രണ്ടാമത് പറയുന്നത്, പ്രേയർ റെഡ്യൂസസ് നെഗറ്റീവ് ഇമോഷൻസ്. ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ കാരണമാകുന്നത് നെഗറ്റീവ് ഇമോഷൻസ് ആണ്. കോപം, ദേഷ്യം, പ്രതികാരം, നിരാശ, ആകാംക്ഷ തുടങ്ങിയ വികാരങ്ങളൊക്കെ നെഗറ്റീവ് ഇമോഷൻസ്, സ്ട്രെസ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എമർജൻസി സിറ്റുവേഷനാണ് ഒരു നെഗറ്റീവ് ഇമോഷൻ വരുന്നത്.
പ്രകൃതി ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ നമുക്കൊരു വലിയൊരു ചലഞ്ച് വരുന്നു, അല്ലെങ്കിൽ ഒരു അപകടം വന്നാൽ നമ്മൾ ഇറങ്ങി ഓടണം. അതിനുവേണ്ടി ശരീരത്തെ എക്യുപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിഷേധ വികാരം അല്ലെങ്കിൽ ഹോട്ട് ഇമോഷൻസ് വരുമ്പോൾ ബോഡി പ്രിപ്പയർഡ് ആകും. പക്ഷെ എപ്പോഴും ദേഷ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ, ഏത് ചെറിയ കാര്യത്തിനും ഇറിറ്റേറ്റഡ് ആകുന്നവർ, വളരെയധികം ദീർഘകാലം പരിഭവങ്ങളും പ്രതികാര ചിന്തകളും മനസ്സിൽ സൂക്ഷിക്കുന്നവരുടെ ശരീരത്തിൽ എപ്പോഴും നെഗറ്റീവ് ഇമോഷൻസ് ആണ്. അത് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് ആത്മശരീര മനസ്സുകളിൽ വല്ലാത്ത ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻ ഉണ്ടാകും. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ നിഷേധ വികാരങ്ങളുടെ അലകൾ ശാന്തമാണ്. Prayer can help people feel less isolated, anxious and fearful എന്നാണ് കണ്ടത്. ഇതൊരു ഫെലോഷിപ്പാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മളൊരു സോഷ്യൽ അനിമലാണ്. വി ഹാവ് എ നീഡ് ഫോർ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്. ഒരുമിച്ചിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് തോന്നും. അത് നമ്മളിൽ ഒരു സാമൂഹ്യ ബോധമുണ്ടാകും. അതൊക്കെ നമ്മുടെ മനസ്സിലെ പ്രതിസന്ധികളെ ഒഴിവാക്കാൻ കഴിയും. മൂന്നാമത് പറയുന്നത് ഇംപ്രൂവ്ഡ് ഹെൽത്ത് ഔട്ട്കംസ് പ്രാർത്ഥനയ്ക്കുണ്ട് എന്നുള്ളതാണ്. റിസർച്ച് സജസ്റ്റഡ് ദാറ്റ് പ്രയർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇംപ്രൂവ്ഡ് കോപ്പിംഗ് ആൻഡ് ബെറ്റർ ഹെൽത്ത് ഔട്ട്കംസ്. പലപ്പോഴും ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ഇടപെടുന്ന ജീവിതത്തിലെ പ്രവൃത്തികളിലൊക്കെ നമുക്ക് നല്ലൊരു ഇൻസൈറ്റ് കിട്ടും. രാവിലെ തന്നെ ദൈവസന്നിധിയിൽ ആ ദിവസത്തെ ചലഞ്ചസ് ഒക്കെ സമർപ്പിച്ച് ഒരു 10 മിനിറ്റെങ്കിലും ദൈവവുമായി കണക്ട് ചെയ്ത് തുടങ്ങുന്ന ജീവിതത്തിൽ ഒരുപാട് ക്ലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അത് പ്രാർത്ഥനയുടെ ഒരു ഗിഫ്റ്റാണ്. ദൈവത്തിന് സ്തോത്രം. നാലാമതായി പറയുന്നത് എ സെൻസ് ഓഫ് പർപ്പസ്. ഒരുപാട് വെല്ലുവിളികളും തടസ്സങ്ങളുമുള്ള ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നെ വഴി നടത്തുമെന്നുള്ള ഒരു ബോധ്യം നമുക്ക് തരാൻ, ചില സാധ്യതകളുടെ വഴികൾ തുറന്നു തരാൻ, സൃഷ്ടിപരമായ ചിന്തകളുടെ വാതിലുകൾ തുറക്കാൻ പ്രാർത്ഥന സഹായിക്കുന്നു. വാസ്തവത്തിൽ ഇതിനു വേണ്ടി ഒരു റിസർച്ച് സ്റ്റഡി ഒന്നും നടത്തേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അനുഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുമെങ്കിൽ, അതൊരു സാന്നിധ്യ ബോധത്തോടെ നമ്മൾ നടത്തുന്നുവെങ്കിൽ തീർച്ചയായും അതിൻ്റെ ബെനഫിറ്റ്സ് വളരെ അധികമാണെന്ന് ഈ പഠനം വ്യക്തമാക്കും. അതുകൊണ്ടാണ് മനുഷ്യനുള്ളിടത്തോളം കാലം നിർമ്മിത ബുദ്ധി ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ തുടങ്ങിയാലും പ്രാർത്ഥന മരിക്കില്ലേ? പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് രൂപഭാവഭേദങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ നമ്മുടെ വ്യക്തിത്വത്തിലെ ഒരു ഡയമെൻഷനായ സോൾ, അതിന് ദാഹവും വിശപ്പുമുണ്ട്. അത് തീർക്കാൻ ആരാധനയും പ്രാർത്ഥനയും വേണം. ഈ പ്രവാസ ജീവിതത്തിൽ നമ്മൾ കടന്നു വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും സ്വന്തമായൊരു വീട് വാങ്ങുന്നതിന് മുമ്പ് ഒരാരാധനാലയം ഉണ്ടാകാൻ വേണ്ടി ഉള്ളതും കൊടുത്തവരാണ്. എന്താണ്? ദൈവസന്നിധിയിൽ ഒന്ന് കൂടിയിരിക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം, മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അത് നമ്മളിലെ ഒരു ഇൻബോൺ നീഡാണ്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം പള്ളികളും ആരാധനകളും സജീവമായി തുടർന്നുകൊണ്ടിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 4 പ്രാർത്ഥനകളെ പരിചയപ്പെടുത്തുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം. അത് ദീർഘമായി വായിക്കുവാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അത് വായിക്കുവാൻ നിങ്ങളെ സമയം കിട്ടുമ്പോൾ മനസ്സിരുത്തി ഒന്ന് വായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിലൊന്നാമത്തെ പ്രാർത്ഥന
1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ്. വേഴ്സസ് 1 through 8. ഈ പ്രാർത്ഥനയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ടൈറ്റിൽ കോൺഫിഡൻറ്റ് പ്രേയർ എന്നാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് വേണം. അതിൻ്റെ ആവശ്യത്തിലേക്കാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. അനീതിയുള്ള ന്യായാധിപൻ വിധവയുടെ അപേക്ഷ കേട്ടെങ്കിൽ ദൈവം തൻ്റെ മക്കളുടെ പ്രാർത്ഥന എത്ര അധികമായി. ഒരു വിധവ, അവൾക്ക് വേണ്ടി പറയാനൊന്നും ആരുമില്ല. അവൾ ഒരു ന്യായാധിപന്റെ അടുക്കൽ ചെന്ന് എപ്പോഴും പറയും, എനിക്ക് നീതി നടത്തിത്തരണം, പ്ലീസ്, ഐ ആം ടയർഡ് ഓഫ് ദാറ്റ്. എത്ര പറഞ്ഞിട്ടും ദുഷ്ടനായ മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കും, എൻ്റെ അവകാശങ്ങൾ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കും. ന്യായബോധമില്ലാത്ത ന്യായാധിപൻ ആദ്യമൊക്കെ മറന്നു കളഞ്ഞു. അവളെ കാണുമ്പോൾ മുഖം തിരിച്ച് നടന്നു. പക്ഷെ വിധവ വിട്ടില്ല. എവിടെ ചെന്നാലും ഈ വിധവ മുമ്പിൽ വരുന്നു. അവൾക്കിടെ ആവശ്യം ഇതാണ്, എന്നെ ഒന്ന് സഹായിക്കും. ഒരു പരിഭവമില്ല, അതേ കാര്യം ആവർത്തിക്കുകയാണ്. ഒടുവിൽ അയാൾ തീരുമാനിച്ചു, ഇവൾ എന്നെ ശല്യപ്പെടുത്തുകയാണ്, സോ ഐ ഹാവ് ടു ഡു സംതിങ്. അങ്ങനെ കാര്യം നിവർത്തിക്കൊടുത്തു എന്നാണ് കർത്താവിൻ്റെ ഒരു ഉപമയാണ്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ഉപമ. ഇതിൽ അനീതിയുള്ള ന്യായാധിപൻ വിധവയുടെ അപേക്ഷ കേട്ടെങ്കിൽ ദൈവം തൻ്റെ മക്കളുടെ പ്രാർത്ഥന എത്ര അധികമായി കേൾക്കുമെന്നാണ് നമ്മുടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്ന മോഡൽ. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വിശ്വാസം ഉണ്ടാകും. കിട്ടില്ലയോ എന്നുള്ളതല്ല, നമ്മുടെ ഇഷ്ടം പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതല്ല. ദാറ്റ് ഈസ് നോട്ട് ദ മാറ്റർ. നമ്മൾ ആവശ്യപ്പെടുന്നത് ദൈവേഷ്ടപ്രകാരം നിവർത്തിച്ചു തരുമെന്നുള്ള ഒരു ഉറപ്പ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിശ്വാസത്തോടെ കൂടി പ്രാർത്ഥിക്കുന്നവർക്ക് അത് ലഭിക്കുമെന്ന് പറയാം. നമ്മൾ വളരെ ഒരു സയൻറ്റിഫിക് ട്രെയിൻഡ് ആയിട്ടുള്ള മൈൻഡാണ് നമ്മുടേത്. നമ്മൾ കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ. അതൊരു സയൻറ്റിഫിക് മെത്തഡോളജിയുടെ ഒരു പ്രത്യേകതയാണ്. കാണണം, പ്രൂഫ് വേണം, യുക്തിപരമായിട്ട് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കണം, റാഷണൽ ആകണം. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിന് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് കിട്ടുമോ കിട്ടാതിരിക്കുമോ, എന്നെ പോലുള്ള ഒരു പാപി പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുമോ, അങ്ങനെയുള്ള ഒരു പെസിമിസം പലപ്പോഴും നമ്മുടെ മനസ്സിൽ കിടന്നു. കർത്താവ് പറയുന്നത് റോമലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വി ക്യാൻ ക്ലെയിം ഹിസ് ഗ്രേഷ്യസ് പ്രോമിസ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ കുറച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളിൽ പെടാത്ത ഒരു പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കാറില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വാഗ്ദത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവം പറഞ്ഞിരിക്കുമ്പോൾ ഇതിനാ സംശയിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് ഒരു കാര്യം ചോദിക്കുമ്പോൾ, മേജർ ഇഷ്യൂസ് ഒക്കെ പറയുന്ന അഡോളസന്റ് സ്റ്റേജിന്റെ ആ കാര്യമല്ല ഞാൻ പറയുന്നത്. അവരുടെ ആവശ്യം വളരെ ചെറുതാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. അവർ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കും. മക്കൾക്കൊരു ഉറപ്പുണ്ട്, ചോദിച്ചാൽ ചെയ്തു തരുന്നു. ഈ ഒരു ഉറപ്പാണ് ദൈവവുമായി നമുക്ക് വേണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 9-ാം വാക്യം, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ തുറക്കും. യാചിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും
എന്ന് ഞാൻ നിങ്ങളോട് പറയും. പ്രാർത്ഥനയ്ക്കും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനിടയ്ക്കുള്ള ഒരു സമയമുണ്ട്, ഒരു സീസൺ ഫോർ വെയിറ്റിംഗ്. സഭാപ്രസംഗി പറയുന്നുണ്ട്, ലഭിക്കാനൊരു സമയമുണ്ട്, നഷ്ടപ്പെടാനൊരു സമയമുണ്ട്, ജനിക്കാനൊരു സമയമുണ്ട്, മരിക്കാനൊരു സമയമുണ്ട്. അതുപോലെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ ഒരു സമയമുണ്ട്. കാത്തിരിക്കണം, തീർച്ചയായും കിട്ടും. ഈ ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിനെ സെറ്റ് ചെയ്യുവാൻ നമ്മളെപ്പോഴും തയ്യാറാകണമെന്നാണ് ഒന്നാമത്തെ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയിൽ നമ്മൾ എപ്പോഴും സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിലേസ് ആർ നോട്ട് ഡിനയൽസ്. താമസം നിഷേധമല്ല. ദൈവം നമുക്ക് വേണ്ടി പ്രാർത്ഥനയുടെ മറുപടി ഒരുക്കുകയാണ്. ഇറ്റ് ഈസ് ഇൻ പ്രോസസ്. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. യൂട്യൂബിൽ ഒരു മനോഹരമായ ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ട്, ഇൻ ഹിസ് ടൈം. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഇൻ ഹിസ് ടൈം, മനോഹരമായ ഒരു പാട്ടാണ്. ധ്യാനാത്മകമായി കേട്ടിരിക്കാൻ വളരെ വളരെ ഇൻസൈറ്റ് നൽകുന്ന ഒരു പാട്ട്. ആ പാട്ടിന്റെ മർമ്മം ഇതാണ്, your time, in your time flowers are blooming, butterflies are flying. ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും ദൈവം ഒരു സമയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആ സോങ്ങിന്റെ പേര് ഇൻ ഹിസ് ടൈം. നമ്മൾ ജനിച്ചതും നമ്മുടെ ജീവിതത്തിന്റെ ചുവടുവെപ്പുകൾ തുടങ്ങിയതും ജീവിത പങ്കാളിയെ കണ്ടെത്തിയതും അനുഗ്രഹമായ മക്കളെ കൈകളിൽ തന്നതും നമ്മുടെ വേദനകളും നൊമ്പരങ്ങളുമായ ദൈവസന്നിധിയിൽ നിന്നതും ഇപ്പോൾ നിൽക്കുന്നതും അതിന് ലഭിക്കുന്നതും മറുപടിയുമൊക്കെ ദൈവത്തിൻ്റെ സമയമാണ്. ദൈവത്തിൻ്റെ സമയം വരെയുള്ള കാത്തിരിപ്പ്, മടുത്തു പോകരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. കിട്ടും, കിട്ടിയിരിക്കും. മക്കളല്ലേ, നമ്മൾ മക്കളല്ലേ, അപ്പൻ എങ്ങനെ തരാതിരിക്കാൻ പറ്റും? തരും, ദൈവേഷ്ടപ്രകാരം തരും. രണ്ടാമത്തെ പ്രാർത്ഥന ആ അധ്യായത്തിലെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ്, 8 വാക്യങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു ടൈറ്റിൽ അരഗന്റ് പ്രേയർ. അങ്ങനെയുണ്ട് ഒരു പ്രാർത്ഥന, അരഗന്റ് പ്രേയർ. ധിക്കാരത്തോടു കൂടിയുള്ള പ്രാർത്ഥന, ദൈവസന്നദ്ധിയിൽ തല ഉയർത്തി നെഞ്ചു പിരിച്ച് ഇഗോ ഫ്ലറിഷ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന. അത് ചുങ്കക്കാരൻ്റെയും പരീശന്റെയും പ്രാർത്ഥനയാണ്. ഈ പരീശൻ അൾത്താരയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പറഞ്ഞത്, ഐ ഹാവ് എ ലോട്ട് ഓഫ് ക്ലെയിംസ്, ഐ ഹാവ് ഡൺ ലോട്ട് ഓഫ് തിങ്സ് ഫോർ യു. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഇങ്ങനെയുള്ള ഒരു സ്വയം സെൽഫ് അപ്രീസിയേഷൻ കയറി വരാം. ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് സഭയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പരീക്ഷൻ്റെ ക്ലെയിംസ് പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. ദശാംശം കൊടുത്തു, ഉപവസിച്ചു, ദൈവസന്നിധിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അത് ദൈവസന്നിധിയിൽ നടത്തിയ ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് ആർക്കാ ഇതൊക്കെ പറയാൻ കഴിയുക? ദാവീദ് ഒരു ദേവാലയം പണിയാൻ നേരത്ത് ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടുപോവാ. എന്താ ഉള്ളതെന്ന് വെച്ചാ നമുക്കൊരു ദേവാലയം പണിയാം. ജനങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന റിസോഴ്സസ്, ആ കാലത്ത് ലഭിക്കാവുന്ന സ്വർണങ്ങളും ലോഹങ്ങളും പണവും എല്ലാം കൊണ്ടുവന്ന് കൂട്ടിയപ്പോൾ ദാവീദ് അത്ഭുതപ്പെട്ടുപോയി. ഒരു വലിയ കുന്ന് സമ്മാനങ്ങളായി തീർന്നു. ആ ജനങ്ങൾ കൊണ്ടുവന്ന് നിറച്ച ആ സമ്മാനത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് ദാവീദ് പറഞ്ഞു, ഇതൊക്കെ ദൈവമേ നിന്റെ ദാനമാണ്, നീ തന്നത് നിന്റെ അടുക്കൽ കൊണ്ടുവന്നേ ഉള്ളൂ. We don't have anything to claim.
നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ എപ്പോഴും ഓർക്കണം, ലഭിച്ചതല്ലാതെ എന്താ നമുക്ക് ദൈവത്തിന് കൊടുത്തിട്ടുള്ളത്? ബുദ്ധിപരമായി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോഡ് ഹാസ് ഗിവൻ കോഗ്നിറ്റീവ് പവർ. എല്ലാം ലഭിച്ചതാണ്. അതിനെന്തിനാണ് ഇത്രമാത്രം ഡിമാൻഡ് ചെയ്യപ്പെടുന്നതിനാണ്? പാടില്ല. മേരി പറഞ്ഞു, ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയപ്പോൾ മുട്ടും മടക്കി പറഞ്ഞു, ഞാൻ കർത്താവിന്റെ ദാസ്. I don't deserve this. I don't deserve this. ദാവീദ് പെട്ടകം കൊണ്ടുവന്നപ്പോൾ പഞ്ഞി നീലോടുള്ള അങ്കി അണിഞ്ഞ് അതിന്റെ മുമ്പിൽ നിന്ന് നൃത്തം ചെയ്തു. ഇതൊരു രാജാവാണ്. അത് കണ്ടപ്പോൾ ദാവീദിന്റെ ഭാര്യ മീഖൾ പറഞ്ഞു, I am ashamed of you, man. What you are doing? You are a king. ഇങ്ങനെയാണ് ഒരു രാജാവ് ചെയ്യുന്നത്. ആളുകളുടെ കൂടെ തുള്ളിച്ചാടുന്നു, പ്രൈസ് ചെയ്യുന്നു. നിങ്ങൾക്കൊരു മാന്യതയില്ലേ? നിങ്ങളൊരു രാജാവല്ലേ? ശൗൽ രാജാവിന്റെ മകളായ മീഖളിന് അങ്ങനെയൊക്കെയുള്ള ഒരു പാറ്റേണാണ് മനസ്സിലുള്ളത്. അവളൊരു വലിയ കുടുംബത്തിൽ ജനിച്ചവളാണ്. ദാവീദ് പറഞ്ഞു, നിനക്കറിയില്ല, ഞാൻ എവിടെ നിന്ന് യാത്ര തുടങ്ങിയതാണെന്ന് നിനക്കറിയില്ല. ആർക്കും വേണ്ടാത്തവനും അവഗണിക്കപ്പെട്ടവനുമായ ഒരിടയ ബാലനായിരുന്നു ഞാൻ. ഈ സിംഹാസനത്തിലിരിക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. എന്നെ ഇവിടം വരെ കൈയെത്തിച്ച ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ഇനിയും പാടും. എനിക്കതൊരു ലക്ഷ്യമില്ല. ചിലപ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ചില നിഷ്കളങ്കരായ മനുഷ്യർ വളരെ ശക്തമായി ഉറച്ചു പാടുന്ന കേട്ടിട്ടുണ്ട്. ഇനി ഞാനത് വളരെ ആദരവോടു കൂടിയാണ് അത്തരത്തിലുള്ള പ്രാർത്ഥനകളെ ഞാൻ കേൾക്കുന്നത്. അവർക്കൊരു ഇൻഹിബിഷൻ ഇല്ല. മറ്റുള്ളവർ എന്ത് ശ്രദ്ധിക്കും, എങ്ങനെയാണ്? No, God has given wonderful things for me. എന്നാൽ പരീക്ഷ പറഞ്ഞത്, ഞാൻ ചിലതൊക്കെ ചെയ്തു, ചെയ്യാൻ എവിടുന്ന് ആരോഗ്യം? കളപ്പുരകൾ നിറഞ്ഞതിനെ കുറിച്ച് വളരെ വലിയ കണക്കുകൾ കൂട്ടി. കുഴപ്പമില്ല, കളപ്പുരകൾ നിറഞ്ഞ അദ്ദേഹം അധ്വാനിച്ചിട്ടാണ്. പക്ഷേ അതിൽ ദൈവത്തിന്റെ മഹത്വം കൊടുക്കുന്ന ഒരു വാക്ക് പോലുമില്ല. വിത്ത് വിതച്ചു, നനച്ചു, വളരുമാറാക്കിയതാരാണ്? ദൈവം. അതുകൊണ്ട് കളപ്പുരകൾ നിറഞ്ഞവൻ പറയേണ്ടതായിരുന്നു, ലോർഡ് ഇറ്റ് ഈസ് യുവർ ഗിഫ്റ്റ്, ഐ വിൽ എൻജോയ് ദിസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു സമ്പൂർണതയിലെ ഒരു പ്രാർത്ഥനയായിരുന്നു, ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം ക്ലെയിംസ് പറഞ്ഞു എന്ന് മാത്രമല്ല, തിരിഞ്ഞ് ഈ സങ്കീർത്തന ഈ ചുങ്കക്കാരനെ പോലെ ഒന്നുമല്ല ഞാൻ, പ്രാർത്ഥനയിലും കൂട്ടായ്മകളിലും സഭകളിലുമൊക്കെ വളരെ നിസ്സഹായ ദൈവസന്നിധിയിലെ ആഗ്രഹങ്ങളുമായി വന്നു നിൽക്കുന്നവരുമായ പാവപ്പെട്ട മനുഷ്യരുണ്ടാകും. അവരോടൊരിക്കലും നിഷേധാത്മകമായി പറയരുത്, അവരെ പരിഹസിക്കരുത്. അവര് പൊട്ടിക്കരയുമ്പോൾ അതൊരു ഡ്രമാറ്റിക് എക്സ്പ്രഷനാണെന്ന് നമ്മൾ പറയരുത്. നമുക്കറിയില്ല അവരുടെ ഉള്ളിൽ വിതുമ്പുന്ന വികാരങ്ങളൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് പരീശന്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സ്ക്രീനിൽ വന്നു, ചുങ്കക്കാരന്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സ്ക്രീനിൽ വന്നു. അതിന്റെ കൺക്ലൂഷൻ കർത്താവ് പറയുന്നത്, ചുങ്കക്കാരൻ നീതീകരണം പ്രാപിച്ചവനായി വീട്ടിലേക്ക് പോയി. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തിൽ നിന്ന് ജസ്റ്റിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ടോ? അതിനുള്ളൊരു സെൻസിയറിറ്റി നമ്മുടെ പ്രയത്നത്തിൽ ഉണ്ടായിരുന്നു. അലങ്കാരങ്ങളൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. ഒരു വിനീത ഹൃദയത്തിൽ നിന്ന് ദൈവമുൻസന്നിധിയിൽ മുട്ടുകൾ മടക്കി ഹൃദയപൂർവ്വം
നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം നീതീകരണം ലഭിക്കുന്ന പ്രാർത്ഥനയായി. മറ്റതൊക്കെ റോഡ് ഷോകളാകും, ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ഒച്ച വയ്ക്കുന്ന പ്രാർത്ഥനയായിരിക്കാം. പക്ഷേ അത് സ്വീകരിക്കപ്പെടാൻ സാധ്യതയില്ലെന്ന് കർത്താവ് ഈ ഉപമയിലൂടെ പറയുകയാണ്. That was arrogant prayer. മൂന്നാമത്തെ പ്രാർത്ഥന 18 മുതൽ 34 വരെയുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയെ കുറിച്ചുള്ള ഉപമയാണ്. ഇതിന് കൊടുക്കാവുന്ന ടൈറ്റിൽ ഇഗ്നറന്റ് പ്രേയർ, ഉൾക്കാഴ്ചയില്ലാത്ത പ്രാർത്ഥന. ധനികനായൊരു മനുഷ്യൻ ക്രിസ്തുവിനോട് ചോദിച്ചു, അതൊരു പ്രാർത്ഥനയാണ്, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യും? വളരെ ജെന്യുവൻ ക്വസ്റ്റ്യൻ. കർത്താവ് എന്ത് ചെയ്യണം എന്നതിനെ പറ്റി പറയുന്നതിന് മുമ്പ് വളരെ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ് ന്യായപ്രമാണങ്ങളിലെ ദൈവത്തിൻ്റെ നിബന്ധനകളെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഐ ആം ഡൂയിങ് ഫ്രം മൈ ചൈൽഡ്ഹുഡ്, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നായിരുന്നു ചോദ്യം. ധനവാനായ ചെറുപ്പക്കാരന് പല നല്ല ഗുണങ്ങളും ഉണ്ടായിരുന്നു. അയാൾ വളരെ ഒരു ബിലീവറാണ്, റിലീജിയസ് ആണ്, അയാളെ ഏൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണങ്ങളൊക്കെ പാലിക്കുന്ന ഒരു മനുഷ്യനാണ്. along with he's a rich man. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കുറവ് ഉള്ളതുപോലെ കാണുന്ന കർത്താവ് കണ്ടു. അദ്ദേഹത്തിന് അനുഷ്ഠാനങ്ങളിൽ സമർപ്പിതനായിരുന്നു, ബിസിനസ് നടത്താൻ അറിയാമായിരുന്നു. എന്നാൽ ധനം ആരാധനാമൂർത്തിയായതുകൊണ്ട് ക്രിസ്തുവിന് ഉൾക്കൊള്ളാനുള്ള സ്ഥലമുണ്ടായിരുന്നില്ല ഹൃദയത്തിൽ. അത് പലപ്പോഴും പലരുടെയും പ്രശ്നമാണ്. പലരുടെയും ഹൃദയത്തിൽ വിഗ്രഹങ്ങളുടെ തിരക്കുകളാണ്. സോഷ്യൽ മീഡിയ ഓരോ ദിവസവും ഡെപ്പോസിറ്റ് ചെയ്യുന്ന അനേകം വിഗ്രഹങ്ങൾ, സോഷ്യൽ ഇഷ്യൂസ്, അട്രാക്ഷൻസ്, ചിലരെ സംബന്ധിച്ചിടത്തോളം അഡിക്ഷൻസ്, ചിലരെ സംബന്ധിച്ചിടത്തോളം കോൺഫ്ലിക്റ്റുകൾ, ചിലരെ സംബന്ധിച്ചിടത്തോളം ധനം. അങ്ങനെ വിഗ്രഹങ്ങളുടെ ഒരു തിരക്കാണ് ഹൃദയത്തിൽ. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം അതായിരുന്നു. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിൽക്കുക. അതിൽ സ്വത്ത് മാത്രമായിരിക്കണമെന്നില്ല കർത്താവ് ഉദ്ദേശിച്ചത്. സ്വയത്തിൻ്റെ വിൽപ്പന നടക്കണം. ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുന്ന എന്തെല്ലാം ഉണ്ടെങ്കിൽ that has to be saved. അദ്ദേഹം വളരെ നിരാശനായി ദൈവസന്നിധിയിൽ നിന്ന് പോയി എന്നാണ് ഈ വേദഭാഗം പറയുന്നത്. ഇതൊരു ഉപമയല്ല, ചെറിയൊരു സ്റ്റോറി. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ചില ഉൾക്കാഴ്ചകൾ ലഭിക്കും. നിങ്ങൾക്കൊക്കെ അനുഭവമുള്ളതാണ്. നമ്മൾ വളരെ സിൻസിയറായി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ചില ഇൻസൈറ്റ്സ് വരും. അത് ഡിവൈൻ ഒരു ഡിറക്ഷനാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ചുവട് വെച്ചാൽ ചില നഷ്ടങ്ങളുണ്ട്, ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഡയറക്ഷൻസുമായി നമ്മൾ ചില നെഗോഷിയേഷൻസ് വരും. ഈ മനുഷ്യൻ അതാ ചെയ്തത്. അദ്ദേഹത്തിന് നിത്യതയിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ട്. പറഞ്ഞത് നിത്യതയുടെ തമ്പുരാനായ ക്രിസ്തുവാണ്. പക്ഷേ ആ ഒരു കോംപ്രമൈസ്, ഹാർഡ് കോംപ്രമൈസിന് അദ്ദേഹം തയ്യാറില്ല. അതുകൊണ്ട് നിരാശനായി അവിടെ നിന്ന് മടങ്ങി. വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, ചില ജീവിത അനുഭവങ്ങളുമായി നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില ദർശനങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഡിവൈൻ നാവിഗേഷൻ സിസ്റ്റം നമ്മളിൽ തുറന്നു തരുന്ന ഇൻസൈറ്റാണ്. അത് നമ്മൾ അനുസരിക്കും. അതനുസരിക്കുന്നില്ലെങ്കിൽ
നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകൾ പ്രയോജനപ്പെടാതെ വരും. ചില നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളെയും ബലഹീനതകളെയും കുറിച്ച് ദൈവം ഇൻസൈറ്റ് തരും. ബൈബിളിലെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങളെ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലൂടെയാണോ ഞാൻ സഞ്ചരിക്കുന്നതെന്ന് അറിയണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നടത്തണം. നമ്മുടെ ജീവിതത്തിൻ്റെ വഴി പല വഴികളാണ്. ഓരോ ദിവസവും നമ്മൾ നടക്കുന്നത് ചരിത്രത്തിൽ ഇന്ന് വരെ ആരും നടക്കാത്ത വഴിയിലൂടെയാണ് ഇന്ന് നമ്മൾ നടന്നത്. ഈ വഴിയിലൂടെ ആരും നടന്നിട്ടില്ല ഇതുവരെ. There is a new way of life. നമ്മുടെ ഈ നടപ്പിൽ വഴിതെറ്റിപ്പോകുന്നുണ്ടോ, ഇടവിപ്പോകുന്നുണ്ടോ, തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയാൻ ദൈവത്തോട് ആവശ്യപ്പെടും. ദൈവത്തിൻ്റെ ലേസർ കണ്ണുകൾ ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങളിലേക്ക്, ഇൻറ്റൻഷനിലേക്ക് ഒക്കെ കടന്നു ചെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഒരു ഡോക്ടറുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം പറയുന്നത് മെഡിക്കൽ ടെക്നോളജിയുടെ റിസൾട്ട്സിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നമ്മെ നിർദ്ദേശിക്കുന്നത്. ബ്ലഡ് വർക്ക്, ലോട്ട് ഓഫ് തിങ്സ്. അതെല്ലാം നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് ഡോക്ടർക്ക് വെളിപ്പെടുത്തി തരും. ഡോക്ടർ ഡയഗ്നോസ് തീരുമാനിക്കും, പ്രിസ്ക്രിപ്ഷൻ എഴുതും, മാർഗനിർദ്ദേശങ്ങൾ തരും. സ്വർഗീയ വൈദ്യന്റെ അടുക്കൽ ചെന്ന് നമ്മൾ ദിവസവും ചോദിക്കണം, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മീ? എൻ്റെ ചിന്തകൾ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ ഇടപെടലുകൾ, എൻ്റെ കൺഫ്രണ്ടേഷൻസ് ശരിയാണോ ദൈവം? എനിക്കറിയില്ല. എല്ലാം ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് ജസ്റ്റിഫൈ ചെയ്യാനാണ് എനിക്കൊരു പ്രവണത, മാനുഷികമായ ബലഹീനത. എന്നെ ഒന്ന് വിലയിരുത്തി എൻ്റെ വിചാരങ്ങളെ, എൻ്റെ ഹൃദയങ്ങളെ ദൈവമേ നീ ഒന്ന് വിലയിരുത്തി എനിക്ക് പറഞ്ഞു തരയണമേ എന്നുള്ള പ്രാർത്ഥന മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്ന കൂടുതൽ ദൈവത്തിന് ചലഞ്ചസ് ആയിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ഇടയന്മാരാണ്. ഞങ്ങളെ ഉപദേശിക്കാൻ പലപ്പോഴും ആളുകൾക്ക് സാധിക്കാറില്ല, കാരണം ഞങ്ങൾ ഉപദേശിക്കുന്നവരാണ്. അതുകൊണ്ട് ഇടയന്മാരെ ഈ പ്രാർത്ഥന കൂടുതൽ ചൊല്ലണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ ആരും നേരെ നടത്തുന്ന ഇടയന്മാരെ ദൈവം ദിശാബോധം നൽകുകയും ഉൾക്കാഴ്ച നൽകുകയും ജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിവ് നൽകുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചാലും അത് ഇഗ്നോറന്റ് പ്രേയറായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതിന് പ്രയോജനപ്പെടാതെ പോകും. ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ഈ അധ്യായത്തിൻ്റെ 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന പ്രാർത്ഥനയ്ക്ക് പെർസിസ്റ്റന്റ് പ്രേയർ എന്ന് പേര് കൊടുക്കാം. തുടർച്ചയായ പ്രാർത്ഥന, കണ്ടിന്യൂസ് പ്രേയർ, മെർസിലെസ് പ്രേയർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഈ ഭാഗം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. അവൻ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ നിന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, കാണാൻ വയ്യ, യേശു അവനെ കാണാൻ വയ്യ. ആ ആരവത്തിന്റെ ഡിറക്ഷൻ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ പറഞ്ഞു, മിണ്ടരുത്, കർത്താവാണ് വരുന്നത്, ശബ്ദിക്കരുത്. ഒരു തെരുവില് ഭിക്ഷക്കാരന് ഒച്ച വയ്ക്കാനുള്ള സമയമല്ല. ഈസ് എ ഗ്രേറ്റ് ഗുരു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ
ദാവീദ് പുത്ര എന്നിൽ കനിയേണമേ എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ആളുകൾ അമർത്തി ശക്തമായി നിരോധിച്ചു. പക്ഷേ ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. ഒരു പീഡിയാട്രീഷ്യൻ, എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സാക്ഷ്യം പറയാൻ അനുഭവങ്ങളുണ്ട്. അദ്ദേഹം ഷെയർ ചെയ്ത ഒരു സംഭവം എന്നെ വളരെയധികം ആകർഷിച്ചു. വളരെ ക്രിട്ടിക്കലായി 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. വളരെ സിങ്കിങ് ആണ്, വളരെ ക്രിട്ടിക്കലാണ്. അമ്മ നിറകണ്ണുകളോടുകൂടി ഡോക്ടറിൽ നിന്ന് എന്താണ് തീരുമാനം എന്നൊക്കെ അറിയാനായി വിതുമ്പിയ മനസ്സും ചുണ്ടുമൊക്കെയായി ഡോക്ടറുടെ മുമ്പിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ചെയ്യാവുന്ന ക്രിട്ടിക്കലായിട്ടുള്ള കെയറിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം ചെയ്യുക, പ്രാർത്ഥിക്കും. രോഗിയായ കുഞ്ഞ് ആ ക്രിട്ടിക്കൽ കെയർ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ആന്തോളനങ്ങളിൽ തുടർന്നുകൊണ്ട് അമ്മ ആ ക്രിട്ടിക്കൽ കെയർ റൂമിൻ്റെ മുമ്പിലുള്ള ഒരു മേശയിൽ കൈവച്ച് കാണിച്ചു. പ്രിയപ്പെട്ടവരൊക്കെ, ഹസ്ബൻഡൊക്കെ വന്ന് പറഞ്ഞു, ഒന്ന് എഴുന്നേക്ക്, ഡോക്ടറെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുകയാണല്ലോ, എന്തിനും കഴിക്കും. നോ. ഓരോ ദിവസം ഡോക്ടറെ വന്നു പോകുമ്പോൾ കൈവച്ച് കമഴ്ന്ന് കിടന്ന് വിതുമ്പി കരഞ്ഞ് പ്രാർത്ഥിക്കുക. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം കുഞ്ഞിൻ്റെ കാര്യത്തിൽ പ്രോഗ്നോസിസ് ഒന്നും കാണുന്നില്ല. അവരെഴുന്നേറ്റ് ഒന്നും ചോദിക്കുന്നില്ല. 7-ാമത്തെ ദിവസം ചില പ്രോഗ്നോസ്റ്റിക് സയൻസ്, ദൈവത്തിൻ്റെ സ്തോത്രം, ജീവിതത്തിലേക്ക് കുഞ്ഞിനെ ദൈവം കൈപിടിച്ച് നടത്തുന്നതിൻ്റെ ലക്ഷണങ്ങൾ മെഡിക്കൽ സയൻസ് വാസ് ഹാപ്പി. മെഡിക്കൽ ടീം എല്ലാം അങ്ങ് സെലിബ്രേറ്റ് ചെയ്ത ഒരു ഇൻസിഡന്റ് ആയിരുന്നു. കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് ആരോഗ്യത്തോടെ പോകുന്നതിന് മുമ്പ് ഡോക്ടർ ചോദിച്ചു, 7 ദിവസം കമഴ്ന്ന് കിടന്ന് ആരെയും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കാതെ എന്തായിരുന്നു? അമ്മ പറഞ്ഞു, ഡോക്ടർ എനിക്കൊന്നും അറിയില്ല, പക്ഷെ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. Lord, I want this child. നീ എനിക്ക് തന്നല്ലേ, ഞാൻ വളർത്തിക്കോളാം. എന്തിനെന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്? എനിക്ക് തരണം. ഞാൻ അവൻ വളരുന്നതും അവൻ നടക്കാൻ പഠിക്കുന്നതും അവൻ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നതും അവൻ്റെ ആദ്യ കുർബാന സ്വീകരിക്കുന്നതും അതൊക്കെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്നോ ആ കുഞ്ഞ് നഷ്ടപ്പെടുമോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. ഞാൻ ഭാവിയിൽ അവൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിലേക്ക് വളരെ അധികമായി ദൈവസന്നിധിയിൽ പ്രത്യാശിച്ചുകൊണ്ടിരിക്കും. പെർസിസ്റ്റന്റ് പ്രേയർ. ഡോക്ടർ പറയാൻ, എനിക്ക് ആ അമ്മയുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ധൈര്യം, പഠിച്ച മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൻ്റെയോ എക്സ്പീരിയൻസിൻ്റെയോ സൈഡിൽ മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന രോഗികളും അവരുടെ ബന്ധുക്കളും ഉള്ളപ്പോൾ എന്തിനാ മടിക്കുന്ന, ധൈര്യമായി മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ഉറപ്പ് ഈ അമ്മ എനിക്ക് തന്നു എന്നാണ് പറയുന്നത്. പ്രാർത്ഥനയുടെ ശക്തിയും മെഡിക്കൽ സയൻസിന്റെ ഇന്റർവെൻഷനും കൂടിയാണ് സൗഖ്യം വരുന്നത്, ദൈവത്തിന്റെ സൗഖ്യദായകമായ.
അന്ധനായ മനുഷ്യന്റെ അടുക്കിലേക്ക് ക്രിസ്തു നടന്നു ചെന്നു. ക്രിസ്തു ശ്രദ്ധിച്ചു. ആൾക്കൂട്ടത്തിന്റെ ആരവത്തിനിടയ്ക്ക് എവിടെ നിന്നോ ഒരു ശബ്ദം, നസ്രായനായ യേശു. നമ്മൾ വിളിക്കുന്നത് രോഗക്കിടക്കയിൽ നിന്നായിരിക്കും, ചിലപ്പോൾ അപമാനമേറ്റതിന്റെ വിഷമത്തിലായിരിക്കും, ചിലപ്പോൾ നിസ്സഹായ അവസ്ഥയിലായിരിക്കും. എവിടെ നിന്നാണെങ്കിലും that will definitely reach heaven. That is a hotline service. കർത്താവ് അടുത്തേക്ക് വന്നു. ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഒരു ഭിക്ഷക്കാരൻ എവിടെ നിന്നോ ഒച്ച വെച്ചത് എങ്ങനെ കർത്താവ് കേട്ടു? കർത്താവ് അടുത്തു വന്നു. Our Lord stopped, looked, listened and healed. ചോദിച്ചു, നിനക്ക് ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് സുഖമാവണം. വല്ലാത്തൊരു ജീവിതമാണ്. ഒരു അന്ധനായി, ഒരു ഭിക്ഷക്കാരനായി ജീവിക്കുക എന്ന് പറയുന്നത് cruel reality. I cannot bear this. സുഖമാണ്. കർത്താവ് സുഖപ്പെടുത്തി. ആളുകൾ പറഞ്ഞപ്പോൾ ശബ്ദം നിർത്തിയിരുന്നെങ്കിലോ, ആളുകൾ ധിക്കാരമായി തടഞ്ഞപ്പോൾ മിണ്ടാതിരുന്നെങ്കിലോ, തീർച്ചയായും ശബ്ദം കേൾക്കപ്പെടാതെ പോകുമായിരുന്നിരിക്കുകയാണ്. ഇടുന്നു. നമ്മൾ ഒരിക്കലും നമ്മുടെ ദേവാലയത്തിന്റെ വാതിൽ ആർക്കു മുമ്പിലും അടയ്ക്കരുത്. ഈ ദേവാലയം ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ആണ്, ദാനമാണ്. ഇവിടെ ആർക്കും കടന്നു വരാം, ആർക്കും കരയാം, പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നിന്ന് അത്ഭുതകരമായ വിടുതലും അനുഗ്രഹങ്ങളും സ്വീകരിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ പ്രാർത്ഥനകളെ നമ്മൾ മാനിക്കണം. അവരുടെ കണ്ണുനീരുകളെ നമ്മൾ മാനിക്കണം. അത് ദൈവത്തിന്റെ മുമ്പിലെ അർച്ചനകളാണ്. സോ persistent prayer ദൈവസന്നിധിയിൽ അത്ഭുതകരമായി മറുപടി ലഭിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. 4 മനോഹരമായ പ്രാർത്ഥനകളെ കുറിച്ചുള്ള മനോഹരമായ ഒരു അധ്യായമാണ് ഇത്. കോൺഫിഡൻറ്റ് പ്രേയർ, arrogant prayer, ignorant prayer, persistent prayer. നമ്മുടെ പ്രാർത്ഥനകളിൽ നിഷേധാത്മകമായ പ്രാർത്ഥനയൊഴിച്ച് എല്ലാ പ്രാർത്ഥനകളും ധൈര്യമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. ആ നിസ്തുല യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ we can pray. ഇപ്പോൾ തടസ്സങ്ങളുടെ, നൊമ്പരങ്ങളുടെ, എതിർപ്പുകളുടെ, വിദ്വേഷങ്ങളുടെ, അവഗണനകളുടെ വൻമതിലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഉയർന്ന് പ്രാർത്ഥിക്കുമ്പോൾ മതിലുകൾ കാൽക്കീഴിൽ തകർന്നു വീഴും. അത്തരം സാക്ഷ്യം പറയാൻ അവസരം കൊടുത്താൽ പറയാനിരിക്കുന്നവർ അനേകരുണ്ട് ഇവിടെ. പ്രാർത്ഥനയിൽ തകർന്നു വീണ മതിലുകളുടെ സാക്ഷ്യം പറയാൻ. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നു. സാഗിയാനുഗ്രഹഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ബാറക്കുമോർ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ പ്രത്യാശയും വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ,
ഈ കൃപയുടെ യുഗത്തിൽ ശുദ്ധിമതിയായ അമ്മയുടെ ജനന പെരുന്നാളിൻ്റെ ഈ ദിവസത്തിൽ അവിടുന്ന് ഞങ്ങളെ നീ ആകർഷിച്ച് കൂട്ടിവരുത്തിയത് മനുഷ്യന്റെ ശബ്ദം കേൾക്കുവാനല്ലല്ലോ കർത്താവേ, നിനക്ക് ഞങ്ങളോട് പറയുവാനുള്ളത് കേൾക്കുവാനും കേൾപ്പിക്കുവാനുമാണ്. അതിനായി പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത കൃപാവരങ്ങളാൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ ഒരുക്കിയതിനായി ദൈവമേ സ്തുതിക്കും. ഖനാവിലെ കല്യാണ വിരുന്നിൽ തിരക്കുകൾക്കിടയിൽ കല്യാണത്തിൻ്റെ സന്തോഷ ലഹരിയിലിടയിൽ വീട്ടുകാർ പോലും അറിയാത്ത ഇല്ലായ്മയുടെ രഹസ്യം നോക്കിക്കണ്ട മാതാവ് തൻ്റെ പുത്രനോട് അപേക്ഷിച്ചു. അവർക്ക് വീഞ്ഞില്ല. അവരതറിയാൻ പോകുന്നതേ ഉള്ളൂ. അത് വല്ലാത്തൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമായി തീരും. സഹായിക്കണം, അവരുടെ ഇല്ലായ്മയിൽ സഹായിക്കണം. അമ്മയുടെ അഭ്യർത്ഥനയ്ക്ക് മുമ്പിൽ സമയമാകുന്നതിന് മുമ്പ് അത്ഭുതം പ്രവർത്തിച്ച ദൈവമേ, ശുദ്ധിമതിയായ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പൊള്ളുന്ന വേദനകളും നൊമ്പരങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് ദൈവമേ. അതെന്താണെന്ന് ആർക്കു മുമ്പിലും വെളിപ്പെടുത്തുവാൻ കഴിയാത്ത അഭിമാനത്തിന്റെ പ്രശ്നമായ നൊമ്പരങ്ങളുണ്ട്, ഭീതിപ്രദമായ നൊമ്പരങ്ങളുണ്ട്, സഹനത്തിന്റെ നൊമ്പരങ്ങളുണ്ട് കർത്താവേ, അവഗണനയുടെ നൊമ്പരങ്ങളുണ്ട്, മക്കളെ കുറിച്ചുള്ള നൊമ്പരങ്ങളും ആകാംക്ഷകളുണ്ട് കർത്താവേ, ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടതിൻ്റെ വേദനയുടെ നൊമ്പരങ്ങളുണ്ട് കർത്താവേ, വേർപാടിൻ്റെ ദുഃഖങ്ങളുണ്ട് കർത്താവേ. ഇതെല്ലാം നിന്റെ മുമ്പിൽ ഇറക്കി വയ്ക്കാൻ, ഞങ്ങളോട് ചേർന്ന് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, ശുദ്ധിമതിയായ അമ്മയോട് ചേർന്ന് അവിടുത്തെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കായി ഹൃദയം തുറക്കാൻ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായിട്ട് സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഏത് വിധത്തിലുള്ളതാണെങ്കിലും അതൊക്കെ സ്വീകരിക്കാൻ തക്കവണ്ണം നീ വിശാലമായ ഹൃദയവും നിന്റെ കരുണ ആർദ്രതയും നിറഞ്ഞതാണെന്ന് ഞങ്ങൾ അറിയും. കഴിഞ്ഞ കാലങ്ങളിൽ ഹൃദയം നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ, തുടർച്ചയായി പ്രാർത്ഥിച്ചപ്പോൾ, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചപ്പോൾ, ദൈവമേ നീ തന്ന വലിയ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. തുടർന്നും പ്രാർത്ഥിക്കാൻ ദൈവമേ നിന്റെ കൃപാസനം ഞങ്ങളുടെ മുമ്പിൽ തന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥിക്കാനുള്ള വരദാനങ്ങൾ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഉച്ചരിച്ചുകൂടാത്ത ഞങ്ങളുടെ ഞരക്കങ്ങളെ പരിശുദ്ധാത്മാവ് യഥാസമയം സ്വർഗത്തിൽ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ മധ്യസ്ഥനായ കർത്താവ് വിശ്വാസത്തിൽ വീണു പോകാതെ, തളർന്നു പോകാതെ, താളടിയായി പോകാതിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ദൈവമേ, പ്രാർത്ഥിക്കാനുള്ള ശക്തിയും ബോധവും ഞങ്ങളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ സധൈര്യം മുന്നേറും. നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കും കരുണകൾ. അജയ്യരായി ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച് തിരമാലകളെ മുറിച്ച് ദൈവമേ ഞങ്ങളുടെ ഈ നൗക മുന്നോട്ട് പോകും. അമരത്ത് നീ ഇരിക്കുന്നത് കൊണ്ട് ഒരു കൊടുങ്കാറ്റിനും തിരമാലയ്ക്കും ഞങ്ങളുടെ കുടുംബ നൗകകളെ തകർക്കാനാവില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ തിരുസന്നിധിയിൽ പരിഭാഷപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ഉള്ളം ഉള്ളതുപോലെ മാതൃഹൃദയത്തോടെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന സാക്ഷികളുടെ സമൂഹമായ വിശുദ്ധന്മാർ ഞങ്ങൾക്ക് ചുറ്റുമുള്ളതിനായിട്ട് സ്തോത്രം. ദൈവമേ, അവരെ ഞങ്ങൾ ആരാധിക്കുകയല്ല,
അവരുടെ ജീവിതമാർഗം ഞങ്ങൾ പടർത്തുകയാണ്. അവർ സാക്ഷികളുടെ സമൂഹമായി ഞങ്ങളോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, നിന്റെ സന്നിധിയിൽ ആ പ്രാർത്ഥനകളെല്ലാം അനുഗ്രഹങ്ങളുടെ ഉറവുകളായി തീരുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കും. ഞങ്ങളെ ഹൃദയത്തിൽ വെച്ച് സ്നേഹിച്ച് ദൈവമേ, ഇപ്പോൾ നിത്യതയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരുടെ പ്രാർത്ഥന ഇപ്പോൾ ഞങ്ങളോടൊപ്പമുണ്ട്. അതിൻ്റെ അനുഗ്രഹങ്ങളും നനവുകളും നിറവുകളുമാണ് ദൈവമേ ഇന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്രയധികം സാക്ഷികളുടെ സമൂഹം ഞങ്ങൾക്ക് ചുറ്റുമുള്ളപ്പോൾ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്കുള്ളപ്പോൾ, ദൈവമേ, ഉറപ്പായി പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാൻ, പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കൃപാവരങ്ങൾ തരണമെന്ന് ക്രിസ്തുയേശുവിൻ്റെ അതിവിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. താങ്ക് യു. ദൈവാതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏകദേശം 10-16 വർഷങ്ങൾക്ക് മുമ്പ് ബെർഗൻഫീൽഡ് പ്രദേശത്ത് ഒരു ദേവാലയം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ആ സമയത്തെ പ്രത്യേകം ഓർക്കുകയാണ്. അന്ന് AP ജോർജ് അച്ഛൻ, അതുപോലെ തന്നെ ഇന്നുണ്ടായിരുന്നതായ ജനങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നദ്ധയിൽ മാതാവിൻ്റെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് അവസാനം ദൈവം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇവിടെ നമുക്ക് സ്ഥിരമായി വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ഇടയാക്കിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് AP ജോർജ് അച്ഛൻ എന്ന് പ്രാർത്ഥിച്ച് നേതൃത്വം കൊടുത്തത് പ്രത്യേകിച്ച് നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ അന്ന് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് കർത്തൃ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ പലരും വിശ്വാസികൾ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുകയും ജീവനുള്ള സുവിശേഷം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് അനേകർക്കും മറുപടി ലഭിച്ചത് ബലഹീനായി എന്നോട് ഷെയർ ചെയ്യുകയും ചെയ്തത് ഈ സമയത്ത് ഓർക്കുകയാണ്. ഈ വലിയതായ അനുഗ്രഹത്തിന് പിന്നിൽ ഇങ്ങനെയുള്ള ഒരു വലിയ തീരുമാനവും ഒരു തുടക്കവുമാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് പുരോഹിതൻ തിയോവ് അർപ്പിക്കുമ്പോൾ ഒരുക്ക ശുശ്രൂഷയ്ക്ക് എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ദേവാലയത്തിനു വേണ്ടി ചെറുതും വലുതുമായി പ്രവർത്തിച്ചിട്ടുള്ള, വചനം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെറുതും വലുതുമായിട്ട് ചെയ്തിട്ടുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ ദേവാലയമുള്ള കാലഘട്ടത്തോളം വന്നിയ AP ജോർജ് അച്ഛനെ, അതുപോലെ കുടുംബത്തെ നന്ദിയോടെ ഓർക്കും, പ്രാർത്ഥിക്കുമെന്നുള്ളത് ഈ സമയത്ത് വീണ്ടും ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, അച്ഛനിപ്പോൾ വാഷിംഗ്ടൺ DC-യിലാണ് താമസിക്കുന്നത്. അവിടെ സെന്റ് മേരീസിന്റെ ദേവാലയത്തിലും അതുപോലെ തന്നെ സെന്റ് തോമസ് ബാൾട്ടിമോറിലും ദേവാലയത്തിലും അച്ഛൻ ശുശ്രൂഷ നടത്തി വരികയാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ മിനിസ്ട്രി പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. കൂടുതൽ ശക്തിയോടെ ദൈവത്തിന്റെ കൃപമേൽ കൃപ പകർന്ന് അനേകരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം ഇനിയും അച്ഛൻ്റെ വാക്കുകൾക്ക്, വചനങ്ങൾക്ക്
എല്ലാം ശക്തി പകരുവാനായിട്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. മാത്രമല്ല അച്ഛനും ഫാമിലിക്ക്, കുടുംബത്തിന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും കൂടിയിരിക്കുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല അച്ഛൻ നാളെ പെരുന്നാളിന്റെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോകും എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർപ്പിക്കുന്നു. എല്ലാവിധമായ നന്ദിയും സ്നേഹവും സന്തോഷവും എല്ലാം ഈ ഇടവയ്ക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് അച്ഛനെ വളരെ വിനയത്തോടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ, എല്ലാ ദിവസങ്ങളിലും സന്ധ്യാപ്രാർത്ഥനയ്ക്കും ബൈബിൾ ക്ലാസ്സിനും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്കും വചന ശുശ്രൂഷയിലെല്ലാം ആദ്യോടൊന്നും പങ്കെടുത്ത, പ്രാർത്ഥനയോടുകൂടെ പങ്കെടുത്ത എല്ലാവരെയും നന്ദിയോടെ ഈ സമയത്ത് നന്ദി അറിയിക്കുകയാണ്, സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 മേനിയായിട്ട് ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ മഹാമധ്യസ്ഥത നിങ്ങൾക്ക് അഭയവും കൂട്ടും കോട്ടയും കാവലുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല നമ്മുടെ ഈ പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി കുറെ മാസങ്ങളായി ഏട്ടുനോമ്പിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ചിന്തിക്കുകയും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു വരികയായിരുന്നു. അതിന്റെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രസ്റ്റി, ജോയിന്റ് സെക്രട്ടറി, ജോയിന്റ് ട്രഷറർ, എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും പ്രത്യേകം ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. മാത്രമല്ല നമ്മുടെ എല്ലാ ഇടവക മെമ്പേഴ്സ് അതെല്ലാം വളരെ ചെറുതും വലുതുമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത് നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൊയർ വളരെ ഭംഗിയായ രീതിയിൽ ചിട്ടപ്പെടുത്തിയതായ പാട്ടുകൾ, ഏകദേശം 35ഓളം പുതിയ പാട്ടുകളാണ് ഈ വർഷവും ഈ എട്ടുനോമ്പിന് വേണ്ടി ഗാനങ്ങൾ പരിശീലിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പ്രത്യേകിച്ച് ആ ടീമിന്, നോബിയും ടീം എല്ലാവർക്കും വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ സമയത്ത് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. നാളെ എല്ലാവരുടെയും പേരുകളൊക്കെ എടുത്ത് പറയാൻ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചുരുക്കുകയാണ്. കാരണം പലപ്പോഴും പാട്ടുകൾ പാടുമ്പോൾ അതിൻ്റെ തിരഞ്ഞെടുപ്പ് വളരെ നല്ല രീതിയിൽ ചെയ്തു. യൂത്തിന് വേണ്ടിയുള്ള പാട്ട്, അതുപോലെ തന്നെ നമ്മുടെ മുതിർന്നവർക്ക് വേണ്ടിയുള്ള പാട്ട് എല്ലാം ക്രമീകരിച്ചുകൊണ്ടാണ് അത് ചിട്ടപ്പെടുത്തിയത്. പ്രത്യേകം എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അറിയിക്കുന്നു. മാത്രമല്ല നമ്മുടെ മറ്റ് ഇടവകളിൽ നിന്നും, സമീപത്തുള്ള ഇടവയിൽ നിന്ന്, ദൂരത്തും നിന്നും അടുത്തു നിന്നും വന്നിട്ടുള്ള എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായ സഹകരണമാണ് നമ്മുടെ ഈ ദേവാലയം അനുഗ്രഹകരമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ സഹകരണം ഉണ്ടാകണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. മാത്രമല്ല നമ്മുടെ എട്ടുനോമ്പിൻ്റെതായ ഓഹരി എടുക്കുവാനായിട്ട് ആരെങ്കിലും ഇനിയും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. നാളത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ളതായ മോർണിംഗ് പ്രെയർ 8:15 AM ആരംഭിക്കും. നാളെ പെരുന്നാളിൻ്റെതായ വിശുദ്ധ കുർബാനയും തുടർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് 9 മണിക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കും. നാളെ വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നത് ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്ത അഭിവന്യ അയ്യൂബ് മോർ സിൽവാനോസ് തിരുമേനിയാണ്. നിങ്ങളെല്ലാവരും നേരത്തെ തന്നെ കടന്നു വന്ന് പ്രഭാത പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും പെരുന്നാളിലും സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രൊസഷൻ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാലാവസ്ഥ നമുക്ക് അനുകൂലമാകുകയാണെങ്കിൽ അത് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ കാര്യം കൂടി ഈ സമയത്ത് ഓർപ്പിക്കുന്നു. തുടർന്ന് ബ്ലെസ്സിങ്സും അതുപോലെ തന്നെ ലഞ്ചും ഉണ്ടായിരിക്കും. എല്ലാവരും എല്ലാ കാര്യങ്ങളിലും സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണമായി എന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ വന്നിയ എ പി ജോർജ് അച്ഛൻ ആശീർവാദം നടത്തി എല്ലാവരും വഴിപാടിട്ട് കൈമുത്തി പോകുമ്പോൾ
എല്ലാവരും ഡിന്നർ കഴിച്ചതിന് ശേഷമേ സന്തോഷമായിട്ട് പിരിഞ്ഞു പോകാവൂ എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുന്നു. മാത്രമല്ല, നാളത്തെ നേർച്ച ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പാച്ചോറ് നേർച്ചയാണ്. അതിനുവേണ്ടി ഒരുക്കുവാനായിട്ട് എല്ലാവരും, നമ്മുടെ ഇടവയിൽ എല്ലാവരും ആ കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് നിങ്ങളെ എല്ലാവരും സഹകരിക്കണമെന്നും കൂടെ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. നമ്മെ എല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിന്റെ മഹാമധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് സ്നേഹത്തോടെ, വിനയത്തോടെ, സന്തോഷത്തോടെ മുന്നേറാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.